നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും ഏറ്റുമുട്ടിയതാണ്. മുഖ്യമായും ഏറ്റുമുട്ടൽ നടന്നത് കേരള ഹൈക്കോടതിയെ ചൊല്ലിയാണ്. പ്രശ്നത്തിൻ്റെ മൂലകാരണം എന്താണ് എന്ന് ആരും വിട്ടു പറയുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു, തൽക്കാല ശാന്തിയാക്കി എന്ന് പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്? സംഘർഷത്തിൻ്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് തവണ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു. പക്ഷേ ആദ്യമായിട്ട്, വാസ്തവത്തിൽ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ ആദ്യമായിട്ടൊന്നുമല്ല, എന്നും കുന്നും പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുതരം വൺ സൈഡഡ് റിപ്പോർട്ടിംഗ്. ആരെങ്കിലും മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുക, അതുമാത്രം കൂടുതൽ കാണിക്കുക, ബാക്കിയുള്ളതിനെ ലഘൂകരിക്കുക, കാണിക്കാതിരിക്കുക, ഇങ്ങനത്തെയൊക്കെയുള്ള സർക്കസുകൾ മാധ്യമരംഗത്ത് നടക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം. ജനങ്ങൾ കാര്യമായിട്ടൊന്നും പറയാറില്ല. പറഞ്ഞാൽ തന്നെ അത് വീണ്ടും കാണിക്കേണ്ടത് മാധ്യമങ്ങളാണല്ലോ. അവരുടെ ദയയിലാണല്ലോ പൊതുജനം. അതുകൊണ്ട് ആരുമൊന്നും അങ്ങനെ പ്രതിഷേധിക്കാറില്ല. പക്ഷേ ഇത്തവണ വക്കീലന്മാർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം അല്പം അതിര് കടന്നുപോയി എന്നാണ് മാധ്യമങ്ങളുടെ പരാതി. ഏതായാലും മാധ്യമങ്ങൾക്ക് രണ്ട് തരം സ്വഭാവമുണ്ട്. ഒന്ന് സീരിയസ് ആയ റിപ്പോർട്ടിംഗ്, വേറൊന്ന് അതാത് ദിവസം രാത്രി അതാത് ദിവസത്തെ സംഭവങ്ങൾ അല്പം സറ്റയർ ചേർത്തിട്ട് തമാശ രൂപേണ അവതരിപ്പിക്കൽ. ഈ തമാശ രൂപേണ അവതരിപ്പിക്കുന്നത് ഈ ഉള്ളവനും ആസ്വദിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ഒരല്പം നർമ്മം വേണമല്ലോ, കാര്യങ്ങൾക്കൊരു ലഘുവാകണമല്ലോ, നമ്മൾ കണ്ടമാനം മസിൽ പിടിക്കണ്ടല്ലോ. നല്ല കാര്യം. അതിലല്പം സ്വല്പം പരിഹാസമൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൽ അധിക്ഷേപമാകാമോ? ചില ദുരുദ്ദേശം വെച്ചുള്ള പാട്ടുകൾ അതിൻ്റെ കൂടെ കാണിക്കാമോ? ഞാൻ നിങ്ങളൊരു വിഷ്വൽ കാണിക്കാം. മലയാളത്തിലെ പ്രമുഖ ചാനൽ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാ ചാനലെന്ന്. വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും റോഡിൽ ഉന്തും തള്ളും നടത്തുന്നു. ആരെ തല്ലുന്നു, ആരെയൊക്കെ തല്ലിയിട്ടുണ്ടെന്നും തോന്നുന്നു, നമുക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതാണ് സീൻ. ഈ സീനിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന പാട്ട് കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. കേട്ടു നോക്കുക. അയ്യോ കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യോ കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. ഈ സമയത്ത് ചില വക്കീലന്മാരുടെ മുഖത്തേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലേഡി വക്കീലിൻ്റെ മുഖത്തേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും കേസില്ല ഫീസില്ല എന്നാണോ സൂചന? എന്തിനാ ഈ സീനിൻ്റെ കൂടെ ഈ പാട്ടിട്ടത്? ഇത് പരിഹാസമല്ല, മനഃപൂർവ്വം അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കലാണ്. ഇത് ചെയ്യാമായിരുന്നോ മാധ്യമങ്ങൾ? ഞാനിതിൻ്റെ ന്യായാന്യായതയിലേക്ക് പിന്നീട് വരാം. ഇത് കഴിഞ്ഞു. ആ ബഹളത്തിൻ്റെ നടുക്കുകൂടെ ഒരു ചെറുപ്പക്കാരനായ വക്കീൽ സ്കൂട്ടർ കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. നേരം സന്ധ്യയായി, അയാൾക്ക് പോകണം. അയാളുടെ ആവശ്യത്തിൽ തെറ്റില്ലല്ലോ. നിങ്ങൾ കുറച്ച് പേര് കൂട്ടം കൂടി എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർക്ക് വഴി നടക്കണ്ടേ? കൂട്ടത്തിൽ അയാളും വക്കീലാണ്. പോകാൻ ശ്രമിക്കുന്നു. പോലീസുകാരെല്ലാം ചേർന്ന് അയാൾക്ക് വേണ്ടി ഒരു വഴിയുണ്ടാക്കുന്നു. അയാൾ സ്കൂട്ടർ മെല്ലെ രണ്ട് കാലം കൊണ്ട് തുഴഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് എന്തൊക്കെയോ വെല്ലുവിളിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഈ സീൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ സീനിന് അവർ കൊടുത്ത പേര് മാധ്യമപ്രവർത്തകരുടെ സമരത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി, സ്കൂട്ടർ ഓടിച്ച് കയറ്റി. ഇതിനുള്ള യോഗ്യതയാണോ LLB എന്നാണ് ചോദ്യം. സാധാരണ കേൾക്കുന്നവർ ധരിക്കുന്നത് എന്താ? കുറച്ച് പേര് സമരം ചെയ്യുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നു, അതിലേക്ക് ഒരു സ്കൂട്ടർ ഫുൾ സ്പീഡിൽ ഒരാൾ കയറ്റുന്നു, ഇവരെല്ലാം കൂടെ നാലുപാട് ചാടുന്നു. ഈ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അതല്ല ചിത്രം. ചിത്രത്തിൽ പോലീസുകാരെ ആൾക്കാരെ മാറ്റിക്കൊടുക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഇതുമായിട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണണം. കുറച്ച് ദൂരം അയാൾ മുന്നോട്ട് പോകുന്നു. പിന്നെ പെട്ടെന്ന് അയാളെ കാണുന്നത് തല്ലുകൊണ്ട മനുഷ്യനായിട്ടാണ്. കവിളുമൊക്കെ വീർത്ത് ഒരല്പം ചോരയെ ഒലിപ്പിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരനെയാണ്. ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്കുക. നല്ല ഒന്നാന്തരം തല്ലുകാരാണ് ഈ വക്കീലന്മാർ. അല്പം ഹീറോയിസം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? സമരത്തിനെത്തിയ മാധ്യമപ്രവർത്തകർക്കിടയിലേക്ക് പോലീസ് നോക്കി നിൽക്കെ
സ്കൂട്ടർ ഓടിച്ചു കയറ്റി ഹീറോ ആവാൻ ചുരുങ്ങിയത് LLB ക്രെഡിറ്റായി വേണം. കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്. രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയാ. എന്നാലും ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ വന്നെന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടും. തീർച്ചയായും ഒരു കാര്യമുണ്ട്. ആ ചെറുപ്പക്കാരനെ കടത്തി വിടുന്ന രംഗം കാണിച്ചതിന് ശേഷം അയാളെ തല്ലുന്ന രംഗം മീഡിയ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. എന്നിട്ട് തല്ലുകൊണ്ട് നിൽക്കുന്ന രംഗം കാണിക്കുന്നു. അതിൻ്റെ കൂടെ പാട്ടും സംഭാഷണം കേൾപ്പിക്കുന്നു. ഇത്രയും ആൾക്കാർ ചേർന്ന് എന്നെ തല്ലിയത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞുള്ള ജഗദീഷിൻ്റെ ഒരു ഡയലോഗ് കേൾപ്പിക്കുന്നു. എത്രയോ പേര് ചേർന്ന് അയാൾ തല്ലിയിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ വ്യംഗ്യം. പക്ഷേ ആ തല്ലിയതിൻ്റെ വീഡിയോ എവിടെ? തല്ലുകൊണ്ടത് വക്കീലായതുകൊണ്ട്, തല്ലിയത് മാധ്യമപ്രവർത്തകരായതുകൊണ്ട് വീഡിയോയുടെ ആ പോർഷൻ മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയെന്ന് ആരോപണം വന്നാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏത് വീഡിയോയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ടെക്നോളജി ഉണ്ട്, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രാമൻ രാവണനെ കൊല്ലുന്നതിന് പകരം രാവണൻ രാമനെ കൊല്ലുന്നതായിട്ട് തിരിച്ചിടാം. ഇതിനെല്ലാമുള്ള കമ്പ്യൂട്ടർ ആധുനിക സംവിധാനങ്ങളുണ്ട്. ഇതുണ്ട് എന്ന് നാട്ടുകാർക്കും അറിയാം. നിർഭാഗ്യവശാൽ വക്കീലന്മാർക്കും ഇതറിയാം. അതുകൊണ്ട് മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കരുത്. എഡിറ്റ് ചെയ്യാതെ കാണിക്കണമായിരുന്നു, മൊത്തം സംഭവം കാണിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ തീർത്ത് പറയുക. അതല്ലേ മാധ്യമങ്ങളുടെ വിശ്വാസ്യത? അത് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നടക്കുന്നത് ഹൈക്കോടതിയുടെ വാതിക്കലാണ്. പ്രകടനവും പൊതുയോഗവും നിരോധിക്കപ്പെട്ട റോഡിലാണ് ഇത് നടക്കുന്നത്. ഇന്നിപ്പോൾ ആവർത്തിച്ച് വീണ്ടും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അവിടെ പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ ഒന്നും പാടില്ല എന്ന്. മീശക്കൊമ്പന്മാരായ നക്സലേറ്റുകൾ പോലും ഹൈക്കോടതിയിലെ ആ റോഡിൽ പ്രകടനം നടത്താറില്ല. സാധാരണ ഒരു നിയമത്തെയും വകവയ്ക്കാത്ത ആൾക്കാരാണ് അവർ പോലും. ഒരു ഏരിയ വേണ്ടേ? നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിക്കൂടല്ലോ ആരും. അതിന് കോടതിക്കുള്ളിൽ വേണ്ട, പുറത്ത് ബഹളം നടന്നാൽ പോലും കോടതിയിൽ അവർക്ക് ഡിസ്റ്റർബൻസാണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മനുഷ്യ ജീവിതമല്ലേ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അതിനിടയ്ക്ക് ഇങ്ങനത്തെ ബഹളം കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു റോഡിൽ ഇത് നിരോധിച്ചത്. പക്ഷേ അത് ലംഘിച്ച് മാധ്യമപ്രവർത്തകർ അവിടെ തടിച്ചു കൂടിയത് എന്തിനായിരുന്നു? ഈ കഴിഞ്ഞ ദിവസത്തെ മുഴുവൻ വിഷ്വൽസും മുഴുവൻ ചർച്ചകളും നിങ്ങൾ എടുത്തു നോക്കുക. മാധ്യമങ്ങളുടെ ആവശ്യം എന്താ? ഡിമാൻഡ് എന്താ? എന്തിനായിരുന്നു നിങ്ങൾ ആൾക്കൂട്ടം അവിടെ? ഞങ്ങൾ സമരം ചെയ്യുകയായിരുന്നു. എന്തായിരുന്നു ആവശ്യം? വാട്ട് വാസ് യുവർ ഡിമാൻഡ്? ഇത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിക്കുള്ളിലെ മീഡിയ റൂം പൂട്ടിക്കളഞ്ഞു, അത് തുറന്നു കിട്ടണം. ശരി, സമ്മതിച്ചു. അതാണോ ആവശ്യം? അതിൻ്റെ റോഡിൽ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ റൂം പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന ചുമതല രജിസ്ട്രാർക്കുള്ളതാണ്. അദ്ദേഹം കോടതിക്കുള്ളിലാണ്. നിങ്ങൾ അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം അതിൽ നടപടി എടുക്കുമല്ലോ. വക്കീലന്മാർ എന്ത് രക്ഷോ അതിൽ? വക്കീലന്മാർ പരാതി പറഞ്ഞിട്ടാണ് അദ്ദേഹം പൂട്ടിയത്. ശരി, അപ്പോഴും ഇത് തുറക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന രജിസ്ട്രാർ അല്ലേ? ഹൈക്കോടതിയുടെ മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? ഈ ചോദ്യങ്ങൾക്കൊന്നും മീഡിയയ്ക്ക് മറുപടിയില്ല. ഈ ചോദ്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറുമല്ല. അതിന് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതി സമുച്ചയത്തിന് മുമ്പിലും സംഘർഷം നടന്നു. വൈകുന്നേരം 6 മണിക്കാണ് സംഘർഷം നടന്നത് എന്ന് പറയുന്നു. 6 മണിക്ക് മീഡിയ ഒരു ലോവർ കോർട്ടിൽ പോകേണ്ട കാര്യമെന്താ? എനിക്ക് മനസ്സിലായില്ല. ഒരു ട്രയൽ കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, ഇതെല്ലാം തന്നെ 4:30, 5, വല്ലാതെ വിവാദമായ കേസ് ഇന്ന് തന്നെ തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5:30. അതിനപ്പുറം കോടതികൾ പ്രവർത്തിക്കാറില്ല. അങ്ങനെ പ്രവർത്തിക്കാത്ത കോടതിയുടെ പുറത്ത് തടിച്ചുകൂടി നിൽക്കേണ്ട ആവശ്യം എന്തായിരുന്നു മാധ്യമങ്ങൾക്ക്? എൻ്റെ ഒരു സംശയമാണ്. അതവർ പറയുന്നില്ല. അവർ പറയുന്നു അടിയുണ്ടായി, ബഹളമുണ്ടായി, അകത്തു നിന്ന് കല്ലേറുണ്ടായി. അകത്തുള്ള ആൾക്കാരെ ഇവർ വിശേഷിപ്പിച്ചത് അവിടെയും ഒരു 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 പഴയ മുദ്രാവാക്യം, കുതിരവട്ടം പപ്പുവിൻ്റെ മുദ്രാവാക്യം വെച്ചിട്ടാണ്. ഒന്ന് കണ്ടു നോക്കണം. വട്ടാണേ വട്ടാണേ, പുല്ലാണേ പുല്ലാണേ. നോക്ക്, മാധ്യമങ്ങളുടെ ഒരു മര്യാദ. ആ സീനൊന്ന് കാണണം. ഹലോ, നമസ്കാരമുണ്ട്. തിരുവാതിരയാണ്. ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വള്ളിക്കെട്ടുകൾ. കൊച്ചിയിലെ ഗുണ്ടകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തും വക്കീൽ ഗുണ്ടകളുടെ കലാപരിപാടി. മോശമല്ലേ ഈ കാണിക്കുന്നതൊക്കെ?
ശരി, നിങ്ങൾ അന്യോന്യം സംഘർഷം ഉണ്ടായി, ഒരാളെന്തോ അകത്തു നിന്ന് പറയുന്നു, അത് പുല്ലാണേ പുല്ലാണേ വട്ടാണേ വട്ടാണേ എന്നൊക്കെ ആവർത്തിച്ച് കാണിക്കുന്നത് എവിടുത്തെ മാധ്യമ മര്യാദയാണ്? നിങ്ങളുടെ മാന്യത എവിടെ പോയി? മലയാളത്തിലെ മാധ്യമങ്ങളുടെ ചില ആൾക്കാരുടെ കയ്യിൽ അകപ്പെട്ട് നിങ്ങൾ ശ്വാസം മുട്ടുകയാണോ? ഇങ്ങനെയൊന്നുമല്ല മാധ്യമ പ്രവർത്തനം. മാധ്യമരംഗത്തുള്ളവരും ഇങ്ങനെയല്ല. അതിനകത്തെ കുറച്ച് പേര് കാണിക്കുന്ന സർക്കസുകളാണ് എന്ന് സാധാരണക്കാരനായി എനിക്ക് തോന്നിപ്പോകുന്നു. അതുപോട്ടെ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ലേഖകന് പരിക്ക് പറ്റി, ശരിയാണ്, പരിക്ക് പറ്റിയ ഒരാളെ കാണിക്കുന്നു. ഗുരുതരമായി തലയ്ക്ക് പരിക്ക് പറ്റി 8 മുറിവുകളുണ്ടെന്ന് പറയുന്നു. അതേസമയം ഇദ്ദേഹം ചെറിയൊരു ബാൻഡേഡുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷ്വൽ കണ്ടാൽ എന്ത് ധരിക്കണം നാട്ടുകാർ? പോട്ടെ, ഒരു വക്കീൽ ഗുമസ്തന് ഏറ് കിട്ടിയിട്ടുണ്ട്, അത് വക്കീലന്മാരുടെ ഏറ് കൊണ്ടാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നാളെ അദ്ദേഹം മൊഴി മാറ്റുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും പറയുന്നു. ഇതെന്തൊരു പുലിവാല്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം, വക്കീലന്മാരെറിഞ്ഞിട്ടാണോ ഗുമസ്തന് പരിക്ക് പറ്റിയെന്ന്? വക്കീലന്മാരെന്തിനാണ് ഗുമസ്തന് എറിയുന്നത്? ഇനി നിങ്ങൾക്കെറിഞ്ഞ കല്ല് ഗുമസ്തൻ്റെ തലയിൽ വീണതാണോ? അത് നിങ്ങൾ പറയുന്നുമില്ല. അതേസമയം ഗുമസ്തൻ മൊഴി മാറ്റാൻ സാധ്യതയുണ്ട് എന്നൊരു ഹിൻറ്റ് തരുന്നു. നിങ്ങളുടെ ഭാഗത്ത് മെറിറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ആശയക്കുഴപ്പം. ആ സീനൊന്ന് കണ്ടു നോക്കൂ, ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിനുശേഷം കൂടുതൽ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ ഇവരെ കല്ലെറിഞ്ഞ് പുറത്തേക്ക് ഓടിക്കുകയായിരുന്നു. ഈ കല്ലേറിൽ ജീവൻ ടിവിയുടെ സീനിയർ റിപ്പോർട്ടർ അനുലാലിന് തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു. 8 തുന്നലുകൾ അദ്ദേഹത്തിന്റെ തലയിൽ വേണ്ടി വന്നു. ഈ മാധ്യമപ്രവർത്തകരോടൊപ്പം നിന്ന വക്കീൽ ഗുമസ്തനായ കണ്ണന് പരിക്കേറ്റു. അദ്ദേഹം അത് നേരിൽ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നാണ് കല്ല് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ഇനി കോടതിക്കുള്ളിൽ വെച്ച് മൊഴിയെടുക്കുമ്പോൾ മൊഴി മാറ്റുമോ എന്ന് പോലും അറിയില്ല. ഇതിന്റെ കൂടെയാണ് ഞാൻ നിങ്ങളെ കാണിക്കേണ്ട എന്ന് വിചാരിച്ച ഒരു വിഷ്വൽ ഒരുപാട് എല്ലാവരും കണ്ടു കാണും. 4ാം ലിംഗക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി. ശരിയാണ്, എഴുതി ഒട്ടിച്ചു. 4ാം ലിംഗക്കാർക്കല്ലേ പ്രവേശനമില്ല എന്ന് എഴുതിയത്? മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയോ? 4ാം ലിംഗം എന്ന് പറഞ്ഞാൽ ഉടനെ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ധരിച്ചെടുത്ത് മാധ്യമങ്ങൾക്ക് പിഴവ് പറ്റിയില്ലേ? നിങ്ങൾ എന്തിന് സ്വയം 4ാം ലിംഗം എന്ന് തീരുമാനിച്ചു? അതോ 4ാം ലിംഗത്തിൻ്റെ ഒരു സ്വഭാവം മെല്ലെ നിങ്ങളെ ഗ്രസിച്ചിട്ടുണ്ടോ കേരളത്തിൽ കുറച്ച് പേരെയെങ്കിലും? ഈ സംശയം സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നില്ലേ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ ബഹളം? കഴുതയ്ക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രമിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കഴുതയല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ചേട്ടാ ഞാനിനി 4ാം ലിംഗം പോലെയാണോ, എന്നെ കണ്ടാൽ 4ാം ലിംഗം പോലെ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്ന അവസ്ഥയായോ? മോശമാണിതൊക്കെ. കുറച്ചുകൂടെ ആത്മവിശ്വാസം വേണ്ടേ മീഡിയയ്ക്ക്? തങ്ങളുടെ കയ്യിലുള്ള ക്യാമറ സത്യം കാണിക്കാനുള്ളതാണ്, സത്യം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള യന്ത്രമല്ല എന്ന് മനസ്സിലാക്കണം. തങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറുകൾ സീനിന് ബ്യൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അഗ്ലിയാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കണം ടെക്നീഷ്യൻസ്. തങ്ങളുടെ അജണ്ട ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അധികകാലം പോവില്ല എന്ന് മനസ്സിലാക്കണം എല്ലാവരും. അത് വക്കീലന്മാരെ മനസ്സിലാക്കണം. ക്യാമറ എല്ലാം മീഡിയക്കാരുടെ കയ്യിലാണ്. വക്കീലന്മാരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇന്നത്തെ കാലമായതുകൊണ്ട് മൊബൈലുണ്ട്. ആ മൊബൈൽ വെച്ച് ചില വീഡിയോ അവരും എടുത്തു. ഈ വീഡിയോ മീഡിയക്കാർ കാണിക്കാൻ വിസമ്മതിച്ചതാണ്. കാരണം അവരുടെ വിക്രികൾ പുറത്തു വരുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ. പക്ഷേ ആ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. തുടക്കത്തിൽ ഞാൻ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ 20-ാം തീയതിയിലത്തെയാണ്. 20-ാം തീയതിയാണ് ഇവർ സമരം എന്ന് പറയുന്നു, പാട്ട് കേൾപ്പിക്കുന്നു, സ്കൂട്ടർ ഓടിച്ച് കയറ്റാൻ നോക്കി എന്ന് പറയുന്നു. ഇതൊക്കെ 20-ാം തീയതിയിലത്തെ കഥയാണ്. 19-നൊരു സംഭവം നടന്നു, അത് മീഡിയ കാണിച്ചില്ല. 19-ാം തീയതി വൈകുന്നേരം കോടതി കോംപ്ലക്സിനോട് ചേർന്ന് തന്നെയുള്ള, ഹൈക്കോടതി കോംപ്ലക്സിനോട് ചേർന്ന് തന്നെ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ വലിയ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് മുമ്പിൽ മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അമ്മയെ കണ്ട് മരിക്കില്ല എന്നൊക്കെ പറയും നമ്മുടെ സാധാരണ മുദ്രാവാക്യങ്ങളില്ല, അതൊക്കെ വിളിച്ചു. അന്തം വിട്ട് വക്കീലന്മാർ നോക്കി നിന്നു. ഈ മുദ്രാവാക്യങ്ങളുടെ ഇടയ്ക്കും ആവശ്യം എന്താണെന്ന് പറയുന്നില്ല. ആവശ്യം ഹൈക്കോടതിക്കുള്ളിൽ നടന്ന ഏതോ സംഭവത്തെ ചൊല്ലിയാണ്. പക്ഷേ അതിനിപ്പോൾ എന്താ വേണ്ടേ? ഈ വൈകുന്നേരം നിങ്ങൾ ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത് എന്തിനാ? എന്ത് ചെയ്താൽ നിങ്ങൾ പിരിഞ്ഞു പോകും? ഇതവർ പറയുന്നില്ല. പ്രകോപിതരാകുന്നില്ല വക്കീലന്മാരെന്ന് കണ്ടിട്ട് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് വക്കീലന്മാരുടെ ഇടയിലേക്ക് മാധ്യമപ്രവർത്തകൻ ഒരാൾ നുഴഞ്ഞ് കയറാൻ ശ്രമിക്കുന്നു. പോലീസ് അയാളെ വട്ടം പിടിക്കുന്നു. ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഒരു കല്ലേറുണ്ടാകുന്നു. ഒരു വക്കീലിൻ്റെ തോളത്ത് കല്ല് വന്ന് വീഴുന്നത് നമ്മൾ കാണുന്നില്ല, അയാൾ വേദന കൊണ്ട് പൊളയുന്നത് നമ്മൾ കാണുന്നു. ആ സീനൊന്ന് കണ്ടു നോക്കുക. മാധ്യമങ്ങൾ ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ല.
കുറച്ചുകൂടെ ക്ലോസപ്പിൽ നമുക്കൊന്ന് നോക്കാം. ആ വക്കീൽ തോളിങ്ങനെ പിടിച്ചുകൊണ്ട് ബാക്കി വക്കീലന്മാരെ മാധ്യമങ്ങളോട് ആക്രോശിക്കുന്നു. ഇതുകൂടെ എടുക്കുക, ഈ വീഡിയോ കൂടെ എടുക്കുക എന്ന് പറയുന്നു. മാധ്യമങ്ങൾ എടുക്കുന്നില്ല. നോക്കൂ ആ സീൻ. കയ്യിലിട്ടെറിഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇരുപതാം തീയതിയിലത്തെ സംഭവത്തിൽ മാധ്യമങ്ങൾ കാണിക്കാതെ പോയ ചില സീനുകളുണ്ട്. അവർ വക്കീലന്മാരെ തല്ലിയ സീൻ, അവരുടെ കയ്യിൽ ആ വിഷ്വൽസ് ഉണ്ട്, അവർ പുറത്ത് വിട്ടിട്ടില്ല. കാരണം ഇയാളുടെ മൊബൈലിൽ പതിയുമെങ്കിൽ അയാളുടെ വലിയ ക്യാമറ ആയാലും സീൻ പതിയണമല്ലോ. നിങ്ങൾ നോക്കൂ, ആഞ്ഞടിക്കുന്നു, കാലുകൊണ്ട് ചവിട്ടുന്നു, ഒരു വക്കീലും നിലത്ത് വീഴുന്നു. ഞാൻ ആ ഫുൾ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, കാരണം സാധ്യമല്ലല്ലോ പൊളിച്ചെഴുത്തിൽ ഇത് കംപ്ലീറ്റ് കാണാൻ. അതിപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി ഉണ്ട്, അവിടെ ഈ വീഡിയോസ് എല്ലാം പ്രദർശിപ്പിക്കപ്പെടും. അവർ തീരുമാനിക്കട്ടെ. ഞാൻ കുറ്റവാളിയൊന്നും തീരുമാനിക്കുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളെ സത്യം അറിയിക്കുന്നു. സംഭവിച്ച് കാണിക്കാതിരുന്ന പോർഷൻ, കാണിച്ച പോർഷൻ എല്ലാം നിങ്ങൾ കണ്ടതാണ്. കാണിക്കാതിരുന്ന പോർഷൻ ഞാൻ കാണിക്കുന്നു, നിങ്ങൾ കാണുക. ആരാണ് അടിക്കുന്നത്, ആർക്കാണ് തല്ലുകൊള്ളുന്നത്, ആരാണ് ചവിട്ടുന്നത്, ആരാണ് ഉരുണ്ട് വീഴുന്നത്, നേരിൽ കണ്ടോളൂ. ഇതൊക്കെ കഴിഞ്ഞു. രാത്രി ചാനലുകളിൽ ചർച്ചയുണ്ടല്ലോ. സാമാന്യ മര്യാദ വിട്ട് ഒരു ചർച്ച കുറെ കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 4-5 പേരുണ്ടാകും ചർച്ചയിൽ, ഒരു ഭാഗം പറയാൻ. ആങ്കറും ആ ഭാഗമായിരിക്കും പറയുന്നത്, മറുഭാഗം പറയുന്നത് ഏക മനുഷ്യനായിരിക്കും. പലപ്പോഴും ഞാനും അങ്ങനെ അതിൻ്റെ വിക്റ്റിമായി പോയിട്ടുണ്ട്. എനിക്കതിൽ ഖേദമൊന്നുമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലല്ലോ. സാധാരണ കോടതിയുടെ ഡിസിപ്ലിനിൽ വാദിക്കുന്ന വക്കീലന്മാർക്ക് ഒരാൾ അയാളുടെ വാദം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇയാളുടെ വാദം പറയുക. ഇയാൾ പറയുമ്പോൾ അയാൾ തടസ്സപ്പെടുത്തുകയില്ല, അയാൾ പറയുമ്പോൾ ഇയാളും തടസ്സപ്പെടുത്തുകയില്ല. അതാണല്ലോ ഒരു സാമാന്യ മര്യാദ. നമ്മൾ ചായക്കട തർക്കത്തിൽ പോലും ഒരുത്തൻ പറയുന്നത് കേട്ടിട്ടല്ലേ മറ്റേ ആൾ മറുപടി പറയാറുള്ളൂ. പക്ഷേ ചാനലിൽ അങ്ങനെയല്ല, സംസാരിക്കാൻ സമ്മതിക്കില്ല. ഈ സത്യമെല്ലാം പറയണം എന്നൊരു വക്കീൽ ആഗ്രഹിക്കുന്നു, അയാളോട് ചോദിക്കുന്നു, പക്ഷേ അയാളെ കൊണ്ട് പറയിക്കുന്നുമില്ല. മുട്ടിന് തടസ്സപ്പെടുത്തുന്നു. ആ മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, സങ്കടപ്പെടുന്നു. ഒരു മിനിറ്റ് താപ്പ ഞാനൊന്ന് പറയട്ടെ എന്ന് അദ്ദേഹം വിലപിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യാവകാശ ലംഘനമല്ലേ ഇത്? അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം വലിയ സ്റ്റാൻഡിംഗ് ഉള്ള തിരുവനന്തപുരത്തെ വക്കീലാണ്. അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തി അപഹാസ്യനാക്കുന്ന ഈ കർമ്മം ചെയ്യരുതായിരുന്നു. എന്താണെങ്കിലും ആരാണെങ്കിലും ചെയ്യരുതായിരുന്നു. ആ സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്റെ പൊന്ന അയ്യപ്പദാസ്, ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ട് ചോദിച്ചതേ ഉള്ളൂ. താങ്കൾ അതിന് ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരം 4 മണി വരെ തിരുവനന്തപുരം. എന്റെ പൊന്ന, എന്റെ ഈശ്വര, ഒരു മിനിറ്റ് താപ്പ, കാല് പിടിക്കാം. ഞാൻ പറയട്ടെ, വൈകുന്നേരം 4 മണി വരെ വഞ്ചൂർ കോടതിയിൽ പ്രശ്നമില്ലല്ലോ. വൈകുന്നേരം 4 മണിക്കല്ലേ ഈ പ്രശ്നം. അതുപോലെ വൈകുന്നേരം 6 മണിക്ക് ശേഷമല്ലേ ഈ പ്രശ്നം. 6 മണിക്ക് ശേഷമുള്ള പ്രശ്നത്തിലല്ലേ വഞ്ചൂരുള്ള വനിതാഭാഷ പാതിരാപ്പള്ളി കൃഷ്ണകുമാരുടെ തല പൊട്ടിയത്. ശരി, ആ ദൃശ്യങ്ങൾ, ഈ പാതിരാപ്പള്ളി കൃഷ്ണകുമാരുടെ തല പൊട്ടിയത് മാധ്യമപ്രവർത്തകർ എറിഞ്ഞു പറഞ്ഞോട്ടെ. എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടപെടാതിരിക്കൂ. ഇത് കണ്ട ആർക്കും തോന്നും നിശബ്ദതയാണല്ലോ, അഡ്വക്കേറ്റ് അജിത്തിന് സംസാരിക്കാമല്ലോ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന്. നിശബ്ദത നമുക്കാണ്. അദ്ദേഹത്തിൻ്റെ ചെവിയിലിരിക്കുന്ന മൈക്രോഫോണിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒച്ച അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ ടി വിയിൽ
ചോദ്യം ചോദിച്ച് പിന്നെ ഒരു 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആൾ ഉത്തരം പറയാൻ തുടങ്ങുകയുള്ളൂ. നിങ്ങൾ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ദൂരെയുള്ള സ്റ്റുഡിയോയിലാണെങ്കിലോ, സ്റ്റുഡിയോ കൊച്ചിയിലും ആളിരിക്കുന്നത് തിരുവനന്തപുരത്തുമാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം തിരുവനന്തപുരത്തെത്താൻ 4 സെക്കൻഡ് ആവും. കൊച്ചിയിലെ ദൃശ്യം തിരുവനന്തപുരത്തെത്താൻ 6-7 സെക്കൻഡ് ആവും. ഇത് ആങ്കർക്ക് നന്നായിട്ടറിയാം, പാവം വക്കീലിന് ഇതറിയില്ല. ഈ നിശബ്ദതയിൽ ഈ വക്കീൽ ബഹളം വയ്ക്കുമെന്ന് ആങ്കർക്ക് നന്നായിട്ടറിയാം. ബഹളം വെപ്പിച്ചു. ആങ്കറിൻ്റെ ചിരിയും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സാഡിസമല്ലേ? അതുമാത്രമല്ല, ആ ചർച്ചയിൽ പാനലിസ്റ്റ് വളരെ പ്രൗഢഗംഭീരനായ ജേർണലിസ്റ്റാണ് കേരളത്തിലെ ജേക്കബ് ജോർജ്. അദ്ദേഹം ചർച്ചയിൽ പറയുന്നു, ഈ വക്കീലിനെ കഴിഞ്ഞ 35 വർഷമായിട്ട് എനിക്കറിയാം എന്ന് പറയുന്നു, പക്ഷേ വാതുറക്കാൻ സമ്മതിക്കുന്നില്ല. ജേക്കബ് ജോർജ് ഞാനൊന്ന് പറയട്ടെ എന്ന് അഡ്വക്കേറ്റ് അജിത്ത് ആവശ്യപ്പെടുന്നു. കണ്ടോളൂ ആസീൻ. നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് കയറി ഞങ്ങളെ തെമ്മാടികളെ കറുത്ത എന്ന് വിളിച്ചു. നിങ്ങൾ വിചാരിച്ച് ഇത് നെല്ല് ജേക്കബ് ജോർജ് ജേക്കബ് ജോർജ് കേക്ക് എന്റെ കൈ എന്നില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ജേക്കബ് ജോർജ് പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു നിമിഷം തരൂ. ജേക്കബ് ജോർജ് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഒരു നിമിഷം തരൂ. ഈ സീനിലും ജേക്കബ് ജോർജിന്റെ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചോ? സാഡിസം കലർന്ന ചിരി. നിസ്സഹായനായൊരു മനുഷ്യൻ ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഒന്ന് കേൾക്കൂ എന്ന് വിലപിക്കുന്ന കേട്ട് ചിരിക്കാനും മാത്രമുള്ള സാഡിസം എന്നു മുതലാണ് മാധ്യമരംഗത്തുണ്ടായത്? ഇതാണ് യഥാർത്ഥമായ മനുഷ്യാവകാശം. ഞാനിത് കാണിക്കാൻ കാരണം ഈ മൊത്തം സീനിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ചിൽ തട്ടിയത് ഈ സീനാണ്. ആരെങ്കിലും നമ്മളെ രണ്ട് തല്ലിക്കഴിഞ്ഞാൽ വലിയ പ്രയാസം തോന്നുന്നില്ല. കേട്ടുകൂടാത്ത വാക്ക് ആയുധമായിട്ട് ഉപയോഗിക്കരുത്, ട്രാപ്പ് ചെയ്യരുത്. സുഭാഷിതത്തിൽ പണ്ട് പറയുന്നുണ്ട്, കാട്ടുതീ വെന്താൽ വനം പിന്നെയും തളിർത്തിയിടും. കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ. കേട്ടുകൂടാത്ത വാക്ക് പ്രയോഗിക്കരുത്. ഈ മര്യാദ മാധ്യമങ്ങൾ കാണിക്കണം. നിങ്ങൾ സകല സീമകളും ലംഘിച്ചു എന്നായപ്പോഴാണ് വക്കീലന്മാർ വയലൻ്റായതെന്നാണ് എൻ്റെ പ്രാഥമികമായ നിരീക്ഷണം. ആ നിരീക്ഷണം തെറ്റാവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയുമുണ്ട്. തീർന്നില്ല, ജഡ്ജിമാരെയും ഇങ്ങനെ തന്നെ. ജസ്റ്റിസ് KT ശങ്കരൻ KSRTCയിൽ പെൻഷൻ കിട്ടിയില്ല എന്നൊരു ഹർജി വരുന്നു. KSRTC പറയുന്നു ഞങ്ങളിൽ പണമില്ല, അതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്നു. ശങ്കരൻ പറയുന്നു നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് കൊണ്ടുവരും, ബാലൻസ് ഷീറ്റ് കൊണ്ടുവന്ന് നോക്കിയിട്ട് അസാമാന്യമായ നഷ്ടം. ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞു, അയ്യോ ഇത് പൂട്ടിയിടരുതോ, ഇതിലും ഭേദം എന്ന് പറഞ്ഞു. ആരും പറഞ്ഞു പോകുന്നൊരു വാക്ക്. ഇമ്മീഡിയറ്റ് ഫ്ലാഷാണ് TV-യിൽ. KSRTC പൂട്ടിയിടരുതോ എന്ന് കേരള ഹൈക്കോടതി. KSRTCക്കാർ പരിഭ്രമിച്ചു. അവർക്കാർക്കും ഈ ടെക്നിക്കൊന്നും അറിയില്ല, നിയമം അറിയില്ല. ഹൈക്കോടതി വിചാരിച്ചാൽ KSRTC പൂട്ടാൻ പറ്റില്ല എന്നൊന്നും അവർക്കറിയില്ല. അവർ വിചാരിച്ചതായി ഇന്ന് വൈകുന്നേരം KSRTC പൂട്ടുകയാണ്. ഹൈക്കോടതി ഉത്തരവായി, ബഹളമായി. ആ ജഡ്ജി എല്ലാവരും കൂടെ ചീത്ത പറയുന്നു. അദ്ദേഹം അന്തം വിട്ടുപോകുന്നു. അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ അനുവാദം ഇനി അനുവാദം ഉണ്ടെങ്കിൽ തന്നെ നടത്താമോ? മാന്യതയാണോ അത്? ഹൈക്കോടതി ജഡ്ജിമാരൊരു ഡിക്കോറം പാലിക്കേണ്ടവരാണ്. അവരതിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന പ്രശ്നമില്ല, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും. പക്ഷേ അവരോട് ചെയ്യുന്ന മര്യാദയല്ല. ഇതുകൊണ്ടാണ് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞത് ഞങ്ങളെ കെട്ടിയിട്ട് തല്ലരുത് എന്ന് പറഞ്ഞത്. ജസ്റ്റിസ് PN രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹർജി. ശബരിമലയിലെ ഒരു കേസാണ്, എന്തോ അപ്പം കൊടുത്തില്ല, അരവണ കൊടുത്തില്ല, തർക്കമായി, ബഹളമായി. ജസ്റ്റിസ് രവീന്ദ്രൻ പറഞ്ഞു തോന്നിയ മാസം അങ്ങനെ അപ്പം വരണം കൊടുക്കാൻ പറ്റില്ല. ഒരാൾ ലോറിയുമായിട്ട് വന്നിട്ട് എനിക്ക് 10 ലക്ഷം അപ്പം വേണം, ദേ കാശ് പിടിച്ചു എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അപ്പം ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ? 20,000 ടൺ അരവണ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ഇത് പ്രസാദമല്ലേ എന്ന് ജസ്റ്റിസ് PN രവീന്ദ്രൻ പറഞ്ഞു. ഉടൻ ഹെഡ്ലൈനായി, തോന്നിവാസം പ്രസാദ വിതരണം കൊടുക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി. ഭക്തന്മാരുടെ തോന്നിവാസം നടക്കില്ലെന്ന് ഹൈക്കോടതി. ഭക്തന്മാരെല്ലാം ക്ഷുഭിതരായി. ഇതെന്ത് ഞങ്ങളെന്ത് തോന്നിവാസം കാണിച്ചു? ഇങ്ങനെയൊക്കെയായി ചർച്ച. ഇതൊക്കെ ചെയ്യാമോ? മര്യാദയാണ്. ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് ഒന്നേ ഉള്ളൂ, കോടതി റിപ്പോർട്ടിങ്ങിന് പോകുന്ന പത്രപ്രവർത്തകർ അവരാരാണെങ്കിലും കോടതിയിലെ ചില ടേംസ് ഉണ്ട്, ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കണം. കുറച്ചുകൂടെ പക്വത കാണിക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾ നടത്തുന്നത് വലിയൊരു സാമൂഹ്യ സേവനമാണ്. വെറും ശമ്പളം കിട്ടാനുള്ള ഒരു പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനം. അതുപോലെ തന്നെയാണ് വക്കീലന്മാരും. അവർ ചെയ്യുന്നതും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. നമ്മൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ കുറച്ച് ക്ഷോഭിച്ചിരിക്കാം, വഴക്കുണ്ടായി കാണാം, പോട്ടെ കഴിയട്ടെ സോറി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്ത് കോടതി റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയും ജനങ്ങളിൽ വിവരമെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി പൊളിച്ചെഴുത്ത് നിർത്തുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.